വർഷങ്ങൾക്ക് ശേഷം ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ, സ്റ്റാറിംഗ് പ്രണബ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ, നിവിൻ പോളി, അങ്ങനെ ഗംഭീര കാസ്റ്റ് തന്നെയുണ്ട്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അത് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കും ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ തന്നെ നമുക്കൊരു ഫീൽ ഗുഡ് വൈബ് അല്ലെങ്കിൽ ഫീൽ ഗുഡ് ആ ഒരു ഫീലിംഗ് കിട്ടും. നമുക്ക് പറയില്ലേ ഫീൽ ഗുഡ് കാ ബാപ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ പറയാൻ പറ്റിയ ഒരു സിനിമയാണ്. സോ തുടക്കത്തിൽ തന്നെ ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്, അതന്നെ നമുക്ക് വല്ലാത്തൊരു വൈബാണ് തരുന്നത്. പഴയ കാലഘട്ടമാണ് ആദ്യം കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നൊസ്റ്റാൾജിക് ഫീൽ തരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു എന്ന് തന്നെ പറയണം. അതായത് കല്യാണി പ്രിയദർശന്റെ വീടൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് കാണിക്കുമ്പോൾ തന്നെ പിന്നെ ഈ രാത്രി ഗ്രാമങ്ങളുടെ ഒരു ബ്യൂട്ടി അതൊക്കെ കറക്റ്റ് ആയിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സോ ടുവേർഡ്സ് ഇന്റർവെൽ ആണ് ഒരു ഇമോഷണൽ സീൻ ഉണ്ട്, അതായത് മ്യൂസിക്കും ഇവരുടെ പെർഫോമൻസും കൂടി ബ്ലെൻഡ് ചെയ്തൊരു സീൻ ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് തന്നെ പറയണത്. പ്രണബ് മോഹൻലാൽ ഷോക്കിംഗ് ആയിട്ടും സർപ്രൈസിങ് ആയിട്ടും കുറച്ച് പേടിച്ച പോലെയും സങ്കടം വന്ന ഒരു എക്സ്പ്രഷൻ ഇടുന്നു, നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകും. സോ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ആണ് നമ്മുടെ നിവിൻ പോളി വന്ന് ആറാടി തിമിർത്തു പോകുന്നത് നമുക്ക് പറയാം. നിവിൻ പോളിയുടെ ഏറ്റവും ബെസ്റ്റ് ആണ് റീസെന്റ് ആയിട്ട്. പല ഡയറക്ടർമാരും നിവിൻ പോളിയുടെ ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരാൻ നോക്കിയെങ്കിലും പറ്റിയ വേർഷൻ വിനീത് കൊണ്ടുവന്നത് വിന്റേജ് നിവിൻ പോളി ഈസ് ബാക്ക്. പഴയ നിവിൻ പോളിയെ കണ്ടടാ ഞാൻ എന്ന് പറയില്ല, അതേപോലെ ആറാടി തിമിർത്തു പറയാം. സാധാരണ ഒരു ഫീൽ ഗുഡ് മൂവിയിൽ ഫസ്റ്റ് ഹാഫ് ഫീൽ ഗുഡ് ആയിട്ട് സെക്കൻഡ് ഹാഫ് ആണ് ഇമോഷൻ. ഇതിൽ അങ്ങനെയല്ല, ഫസ്റ്റ് ഹാഫ് ആണ് ഏറ്റവും കൂടുതൽ ഇമോഷൻ, പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ്. സെക്കൻഡ് ഹാഫ് നിവിൻ പോളിയുടെ ഒരു ആറാട്ട് മ്യൂസിക് ആണ് ഈ സിനിമയുടെ ലൈഫ് അല്ലെങ്കിൽ സോൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ പല ഇമോഷണൽ സീൻസും നമ്മുടെ ഇവിടേക്കാണ് കണക്ട് ആവുക. അതിന് ഈ മ്യൂസിക്കും ഇവരുടെ പെർഫോമൻസും ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബ്ലെൻഡിങ് ആണ് നമുക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം. മ്യൂസിക് ചെയ്തത് ബോംബെ ജയശ്രീ അവരുടെ മകനായ അമൃതാണ്. സോ ആളുടെ ഡെബ്യൂ പെർഫോമൻസ് ആണ്, പക്ഷെ ഗംഭീര പെർഫോമൻസ് ആണ്. ആ ഒരു മ്യൂസിക് വർക്കാണ് ഈ സിനിമയുടെ വൺ ഓഫ് ദ ബാക്ക് ബോൺ. ഈ സിനിമയിൽ കുറെ ബാക്ക് ബോൺ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് വൺ ഓഫ് ദ ബാക്ക് ബോൺ. സോ ക്ലൈമാക്സിൽ ഒരു പ്രാങ്ക് പോലെ അവർ കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ കണ്ടപ്പോൾ ഉയിര് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒന്നും കാണിക്കില്ല എന്നാ. സോ ഒരു ക്യാമിയോ റോൾ ഉണ്ട്, സൂപ്പർ ക്യാമിയോ തന്നെയാണ്. അത് ആരാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ക്ലൂ തരാം. പല സിനിമയിലും ക്യാമിയോ കൊണ്ട് വന്നിട്ട് പണം ഹിറ്റാക്കും. അങ്ങനത്തെ ഒരാളുണ്ട്, ആരാണ് മനസ്സിലായി കമന്റ് ചെയ്യുക. ദിസ് മൂവി ഈസ് എ മസ്റ്റ് വാച്ച്. അതായത് ഫാമിലിക്കായാലും പിള്ളേർക്കായാലും ഫ്രണ്ട്സിനായാലും ആർക്കായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ. കാരണം നമുക്ക് പലപ്പോഴും തോന്നും നമ്മളാണോ അത് തോന്നിപ്പോകും.